ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും ആഭ്യന്തരം കൈയാളുന്നത് അദ്ദേഹമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും, രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും എല്ലാം പറഞ്ഞു, ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രി, അയ്യോ അത് എന്ത് മുഖ്യമന്ത്രിയാണ്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരാളല്ലല്ലോ. ഞാൻ ചിന്തിക്കുന്നത് ശ്രീ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ വളരെ ബുദ്ധിപൂർവമാണ് ധനകാര്യവും തുറമുഖവും തിരഞ്ഞെടുത്തത്. കാരണം അദ്ദേഹം ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഉദ്ദേശം മന്ത്രിയോ മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഒന്നുമല്ല, ടീം UDF-നെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരു ഫോക്കസ് ആണത്. ആ ഫോക്കസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകാൻ പ്രധാന കാരണമായത്. ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമായും വേണ്ടത് കാൽക്കുലേഷൻസ്. ഈ കുടുംബം നിയന്ത്രിക്കുന്ന ആള് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്യണം. പ്രധാനമായും വരവ് ചെലവ് കണക്കുകൾ, അതായത് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് വേറെ ഏതൊരാളെക്കാളും മുഖ്യമന്ത്രിയാകുന്നത് തന്നെയല്ലേ നല്ലത്. ധനകാര്യം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്, അതായത് ഈ സംസ്ഥാനത്തിന്, ഈ നാടിന് ആ ധനകാര്യ വകുപ്പിലൂടെ എന്തെല്ലാം മാറ്റങ്ങളും എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം ദോഷങ്ങൾ വരാതിരിക്കാനും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വടി, അതായത് നിയന്ത്രണം ഈ ധനകാര്യ വകുപ്പിന്റെ കയ്യിലാണല്ലോ. ഒട്ടുമിക്ക സാധാരണ ജനങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഈ ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നോക്കിക്കോ, ഇതൊരു ചരിത്രമായിരിക്കും. ഒരു മുഖ്യമന്ത്രി ധനകാര്യം ഏറ്റെടുത്ത് വിജയം കൈവരിക്കാനുള്ള എല്ലാ സാധ്യതകളും 100% എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, തുറമുഖം നമ്മൾ സാധാരണ വെറുതെ ബോട്ട് സർവീസും വഞ്ചി കയറി അപ്പുറത്ത് പോയി വഞ്ചി കയറി ഇപ്പുറത്ത് വരുന്ന ഒരു കാര്യമില്ലല്ലോ. തുറമുഖം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ, നമ്മളിപ്പോൾ കേരളം എന്നത് രാജ്യമായിട്ട് കാണില്ല, ഓക്കെ, പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട വാതിലാണ് ഈ തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അതായത് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു വാതിലാണ് ഈ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ നമ്മുടെ കേരളത്തിലെ തുറമുഖങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാകും എന്ന് മനസ്സിലാക്കി അതിൽ ഒരു നല്ല വിജയം കൈവരിക്കാനും നമ്മളുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ, ഇത് ഞാനിങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ അതൊരു തള്ളാണ് എന്ന് വിചാരിക്കരുത്. കാരണം പുള്ളിക്ക് ഒരു ഫോക്കസ് ഉണ്ട്. പുള്ളിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് പുള്ളിയുടെ നന്മ എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കിയത് ടീം UDF എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുണ്ടാകുക, അതായത് ഭരണത്തിലേറുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ടല്ലല്ലോ പുള്ളി കാണുന്നത്. പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നന്മയാണ്. അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അധികാരം വേണം. അതും പുള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികാരം മോഹിക്കാത്ത ഒരാളൊന്നുമല്ല ഞാൻ. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നൽകണമെങ്കിൽ എനിക്ക് പവർ ഉണ്ടാകണം, അതായത് അധികാരം ഉണ്ടാവണം. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പല മുഖ്യമന്ത്രിമാരിൽ നിന്നും ഒരുപാട് വ്യത്യാസം. ജനകീയനുമാകാം, എന്നാൽ അതേസമയം പവർഫുള്ളായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോടായാലും ജനങ്ങളോടായാലും സഹപ്രവർത്തകരോടായാലും പറയാനും അനുസരിപ്പിക്കാനും കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും ശ്രീ വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.